പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റു. പാറു കുളിച്ചു ഫ്രഷായി കിച്ചണിലേക്ക് നടന്നു. അരിപ്പൊടി കലക്കി നീർദോശയും സ്റ്റൂവും ചായയും ഉണ്ടാക്കി. പിന്നീട് അയൺ ചെയ്തു വെച്ച ചുരിദാർ എടുത്തിട്ടു. ഹാൻഡ് ബാഗിൽ പേഴ്സും ഒരു ബോട്ടിൽ തിളപ്പിച്ചാറിയ വെള്ളവും എടുത്തു വെച്ചു. പിന്നെ അനന്തമൂർത്തി ഏൽപ്പിച്ച ചെക്ക് ലീഫും കൂടെ തൻ്റെ ആധാർ കാർഡും പാസ്ബുക്കും എടുത്തു വച്ചു. ക്യാഷ് തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം. അവൾ എല്ലാം എടുത്തു വെച്ചു ചായ കുടിച്ചു. ബാക്കിയുള്ള ദോശയും സ്റ്റൂവും 2 പാത്രങ്ങളിലാക്കി ഒരു ചെറിയ ഷോപ്പറിൽ എടുത്തു വെച്ചു. ബാഗും ഷോപ്പറും എടുത്ത് പുറത്തിറങ്ങി വാതിലടച്ചു പൂട്ടി. താക്കോൽ ബാഗിലിട്ടു. പോകുന്ന വഴി കവിതയുടെ വീട്ടിൽ കയറി. സോനുവും ചക്കിയും അപ്പും പല്ല് ബ്രഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ബ്രഷ് പഴകി തുടങ്ങിയിരുന്നു. പാറു ഷോപ്പർ കവിതയുടെ കയ്യിൽ കൊടുത്തു. കവിത വല്ലായ്മയോടെ അത് വാങ്ങി. അത് കണ്ട കുട്ടികൾ വേഗം മുഖം കഴുകി വന്നു. കവിതയുടെ കയ്യിൽ നിന്ന് ഷോപ്പർ വാങ്ങി തുറന്നു നോക്കി. അപ്പോഴേക്കും പാറു കവിതയുടെ ഫോണിലേക്ക് തൻ്റെ ഫോണിൽ നിന്ന് ഗൂഗിൾ പേയിലൂടെ 1 മാസത്തേക്ക് റീചാർജ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ കവിതയുടെ ഫോണിൽ റീചാർജ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സൗണ്ട് കേട്ടു. പാറു അപ്പോൾ തന്നെ തൻ്റെ ഓഫീസിലേക്ക് പോയി. ഷോപ്പറിലെ പാത്രങ്ങൾ തുറന്നു നോക്കിയ കവിത മനസ്സുകൊണ്ട് പാറുവിന് നന്ദി പറഞ്ഞു. പിന്നെ ദോശയും സ്റ്റൂവും 3 പാത്രങ്ങളിൽ വിളമ്പി കുട്ടികൾക്കും കൃഷ്ണനും കൊടുത്തു. അവർ വളരെ രുചിയോടെ അത് കഴിച്ചു. അവർ കഴിച്ചതിന് ശേഷവും ദോശ ബാക്കിയുണ്ടായിരുന്നു. പാറു ഓഫീസിലെത്തിയതിന് ശേഷം അനന്തമൂർത്തി വിളിച്ചു. "നീ എവിടെയാ ഇപ്പോൾ?" "ഞാൻ ഓഫീസിലെത്തി," പാറു പറഞ്ഞു. "ഇന്ന് നിനക്ക് ഓഫീസ് ലീവാണ്. ഇപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങിക്കോ. നേരെ ഇങ്ങു വാ. ഇന്നിവിടെ നമ്മുടെ പുതിയ വീടിന് തറക്കല്ലിടുകയാ. നീ ഇവിടെ വേണം," അനന്തമൂർത്തി പറഞ്ഞു. "ഞാൻ ഇപ്പോൾ വരാം," പാറു പറഞ്ഞു. പാറു അപ്പോൾ തന്നെ ഓഫീസിൽ നിന്നിറങ്ങി. ഒരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. വരുന്ന വഴിയിൽ ഓട്ടോ നിർത്തിച്ചു ഒരു ബേക്കറിയിൽ നിന്ന് കുറച്ച് ലഡുവും ജിലേബിയും വാങ്ങി. 3 ലിറ്റർ പാലും സേമിയയും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. കുഴിയെടുത്ത് വച്ചിരുന്നു. കല്ലിടൽ കർമ്മത്തിനുള്ള പൂജയും തുടങ്ങിയിരുന്നു. കൃത്യം 10 മണിക്ക് കർമ്മി നാണയവും പൂക്കളും അക്ഷതവും എല്ലാം ഇട്ടു. പൂജിച്ച കല്ല് അനന്തമൂർത്തി ഏൽപ്പിച്ചു. മൂർത്തി പാറുവിനെ വിളിച്ചു അടുത്തു നിർത്തി. എന്നിട്ട് കല്ല് കുഴിയിൽ സ്ഥാനത്ത് വെച്ചു. പിന്നീട് യമുന പാറു കൊണ്ടുവന്ന സീഡ്സ് എല്ലാവർക്കും കൊടുത്തു. പാറു അപ്പോഴേക്കും ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യയും. ആദ്യം മൂർത്തിയും ആദ്യം ആകാശുമാണ് ഫുഡ് കഴിക്കാതിരുന്നത്. ഫുഡ് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ആദിത്യൻ പാറുവിനെ ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്നത് ആകാശ് ശ്രദ്ധിച്ചിരുന്നു. അവർ കഴിച്ചതിന് ശേഷവും യമുനയും പാറുവും ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോഴേക്കും മൂർത്തിയും ആദിയും ആകാശും പുറത്തിറങ്ങിയിരുന്നു. ആദിക്ക് പാറുവിനെ ഇഷ്ടമാണെന്ന് ആകാശിന് ഉറപ്പായിരുന്നു. അതൊന്ന് പരീക്ഷിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. അവൻ ഇടയ്ക്കിടെ പാറുവിൻ്റെ സൗന്ദര്യത്തെയും പാചക നൈപുണ്യത്തെയും വർണ്ണിച്ചുകൊണ്ടിരുന്നു. "എനിക്ക് അവളെ ഇഷ്ടമാണ്. നീ എന്ത് പറയുന്നു? എന്തായാലും അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ താലി കണ്ടേനെ." ആകാശ് ഇടം കണ്ണിട്ട് ആദിയെ നോക്കി. "ഓ, നീ ഇത്രയുമൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? എന്നാലേ അധികം അങ്ങോട്ട് നോക്കണ്ട," ആദി ആകാശിൻ്റെ തലയ്ക്ക് തട്ടിക്കൊണ്ട് പറഞ്ഞു. ആകാശ് ആദിയെ വല്ലാത്തൊരു നോട്ടം നോക്കി. ഞാൻ നോട്ടമിട്ടതാ അവളെ. എനിക്ക് വേണം. എൻ്റെ പെങ്ങളാണത്. അങ്ങനെയേ കാണാവൂ. ഓക്കേ," ആദി പറഞ്ഞു. "ഹാവ്, സമാധാനമായി. ഈ പെണ്ണിൻ്റെ മുഖത്തേക്കെങ്കിലും നോക്കിയല്ലോ നീ." "ഞാൻ പെങ്ങളായി കണ്ടോളാം. നീ ആ പെണ്ണിനെ തന്നെ നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. നിൻ്റെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടി ഒരു നമ്പർ ഇട്ടതല്ലേ ഞാൻ," ആകാശ് പറഞ്ഞു. ആദി ആകാശിൻ്റെ ഷോൾഡറിൽ വേദനിക്കും വിധം ഒരു തട്ട് കൊടുത്തു. ഗീതയ്ക്ക് വെറുതെ കിടന്നപ്പോൾ മടുപ്പ് തോന്നി. ഇപ്പോഴും ബെഡ് റെസ്റ്റിൽ തന്നെയാണ് ഗീത. രവി ഓഫീസിൽ നിന്ന് വരാൻ ആകുന്നതേയുള്ളൂ. ഗീത ഓൺലൈനിൽ കുഞ്ഞുങ്ങൾക്കുള്ള തൊട്ടിൽ നോക്കിക്കൊണ്ടിരുന്നു. സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിമനോഹരമായി കൊത്തുപണി ചെയ്ത ഒരു റെഡ് സാൻഡൽവുഡിൻ്റെ ഒരു തൊട്ടിൽ അവളുടെ കണ്ണിൽപ്പെട്ടു. വളരെ ഭംഗിയേറിയ ആ തൊട്ടിൽ വാങ്ങണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. റയർ പീസാണത്. വില വളരെ കൂടുതലായിരുന്നു. 2 ലക്ഷം രൂപ.
വളരെ കോസ്റ്റ്ലിയായ ആ തൊട്ടിൽ കണ്ടപ്പോൾ തന്നെ ഗീത ഓർഡർ ചെയ്തു. പിറ്റേന്ന് തന്നെ സാധനം എത്തിക്കാമെന്ന് മറുപടി കിട്ടി. അന്ന് വൈകുന്നേരം രവി ഓഫീസിൽ നിന്നെത്തിയപ്പോൾ ഗീത ഈ കാര്യം മറച്ചുവെച്ചു. അല്ലെങ്കിൽ തന്നെ കാശിന് കുറച്ച് ടൈറ്റുള്ള സമയമാണ്. പിറ്റേന്ന് രാവിലെ രവി ബാത്റൂമിൽ കയറിയ സമയത്ത് രവിയുടെ ഫോണിൽ നിന്ന് തൻ്റെ ഫോണിലേക്ക് ഗീത 2,00,000 രൂപ ഗീത ഗൂഗിൾ പേ ചെയ്തു. എന്നിട്ട് രവിയുടെ ഫോൺ ഓഫാക്കി വെച്ചു. ഇതറിയാതെ രവി ഡ്രസ് ചെയ്ത് ഓഫീസിലേക്ക് പോയി. അന്ന് ഉച്ചയ്ക്ക് ശേഷം തൊട്ടിൽ വീട്ടിലെത്തി. അവൾ പതുക്കെ എഴുന്നേറ്റ് ആരും ഉപയോഗിക്കാത്ത ഒരു റൂമിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. തൊട്ടിൽ അവിടേക്ക് വെക്കാൻ പറഞ്ഞു. ഗീത ക്യാഷ് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. വളരെയധികം ദേഷ്യത്തോടെയാണ് അന്ന് രവി വീട്ടിലെത്തിയത്. നീ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 2,00,000 രൂപ പിൻവലിച്ചിരുന്നോ? എന്തിനായിരുന്നു അത്? ഇവിടെ ശരീരം അനങ്ങാതെ റെസ്റ്റ് എടുക്കുന്ന നിനക്ക് എന്തിനാ ഇത്രയും രൂപ? അല്ലെങ്കിൽ ഇത്രയും കാലത്തെ ചികിത്സയും ഇവിടുത്തെ ചെലവും ഒരു മറ്റേടത്തെ കല്യാണവും എല്ലാം കൊണ്ടും കാശിന് വളരെ ടൈറ്റായിരിക്കുന്ന സമയമാണിത്. അത് നിനക്കറിയില്ലേ? രവി ദേഷ്യപ്പെട്ടു. അവൾ ഇത് പ്രതീക്ഷിച്ചതായിരുന്നു. അവൾ കരച്ചിൽ തുടങ്ങിയിരുന്നു. ഇപ്പോൾ രവിയേട്ടന് എന്നോടും നമ്മുടെ കുഞ്ഞിനോടും സ്നേഹമില്ല. നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ കാശ് പിൻവലിച്ചത്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ കാശ് നീ എന്ത് ചെയ്തു? രവി ചോദിച്ചു. ഗീത കട്ടിലിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് പോയി തൊട്ടിലിൽ വെച്ച റൂം തുറന്നു. തൊട്ടിൽ രവിക്ക് കാണിച്ചു കൊടുത്തു. ഇതിനു വേണ്ടിയാ ഞാൻ ആ കാശ് എടുത്തത്. രവിയേട്ടന് ഇപ്പോൾ എന്നെയും കുഞ്ഞിനെയും ഇഷ്ടമല്ല, എനിക്കറിയാം. ഗീത പിന്നെയും കരഞ്ഞു. രവി പിന്നെ ഒന്നും പറഞ്ഞില്ല. തൻ്റെ ദേഷ്യം അവൻ വളരെ പണിപ്പെട്ട് നിയന്ത്രിച്ചു. തൻ്റെ റൂമിലേക്ക് നടന്നു. പിന്നെ ഡ്രസ് മാറ്റി പുറത്തേക്ക് പോയി. വീട്ടിൽ നിന്നാൽ ഗീത സ്വസ്ഥത തരില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഒറ്റയടിക്ക് 2,00,000 രൂപ നഷ്ടപ്പെട്ട ഷോക്കിൽ നിന്ന് കരകയറാൻ രവി മുന്നിൽ കണ്ട ഒരു ബാറിലേക്ക് കയറി 2 പെഗ് അടിച്ചു. വൈകുന്നേരം എല്ലാവരും ചായ കുടിച്ചിരിക്കുമ്പോഴാണ് അനന്തമൂർത്തി ആ സസ്പെൻസ് പൊട്ടിച്ചത്. എൻ്റെ PA ശേഖർ 5 ദിവസം കൂടി കഴിഞ്ഞാൽ ലീവിൽ പോകുകയാണ്. ഒരു ഹോസ്പിറ്റൽ കേസ്. അതുകൊണ്ട് ഇനി എൻ്റെ PA സൗപർണികയാണ്. അതിൻ്റെ ട്രെയിനിങ് ആണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കണം. ഓക്കേ? ഇത് കേട്ട് പാറു അന്താളിപ്പോടെ നിന്നു. അയ്യോ, എന്നെക്കൊണ്ട് കഴിയില്ല, അവൾ പേടിയോടെ പറഞ്ഞു. നിന്നെക്കൊണ്ട് കഴിയും, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. എന്തും നേരിടുമെന്ന് മൂർത്തി പറഞ്ഞു. പാറു എന്തു പറയണമെന്നറിയാതെ നിന്നു. ഇതെല്ലാം ആദിയും ആകാശും കേൾക്കുന്നുണ്ടായിരുന്നു. ഓക്കെ സാർ, അതിനു മുമ്പ് എനിക്ക് നാട്ടിലൊന്ന് പോയി വരണമായിരുന്നു. അന്ന് തന്നെ പെട്ടെന്നായിരുന്നു ഇങ്ങോട്ടുള്ള വരവ്. അതുകൊണ്ട് തന്നെ ആരെയും ഒന്നും ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല, പാറു മടിയോടെ പറഞ്ഞു. സാറോ? മൂർത്തി പാറുവിനു നേരെ കണ്ണുരുട്ടി. അല്ല, അച്ഛൻ. പാറു ചമ്മലോടെ ആദിയെ നോക്കി. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ രാവിലെ അങ്ങോട്ട് പോകാം, നമ്മുടെ പൂർണിയുടെ വീട്ടിലേക്ക്, മൂർത്തി പറഞ്ഞു. പൂർണിയോ? അതാരാ? പാറു ചോദിച്ചു. നീ തന്നെ. നിന്നെ ഇനി അങ്ങനെയേ വിളിക്കൂ, മൂർത്തി പറഞ്ഞു. എന്നെ എല്ലാവരും പാറു എന്നാ വിളിക്കുക, അവൾ പറഞ്ഞു. ഓക്കെ, എന്നാൽ ഇനി ഞങ്ങളും അങ്ങനെ വിളിക്കാം, മൂർത്തി സമ്മതിച്ചു. പാറുവിൻ്റെ നാട്ടിലേക്ക്, മലപ്പുറം. ആരൊക്കെ വരുന്നു? മൂർത്തി ചോദിച്ചു. സാർ, ഞങ്ങൾക്കും അവിടെ കാണാൻ ആഗ്രഹമുണ്ട്, ആകാശ് ആദിയെ നോക്കി പറഞ്ഞു. ഓക്കെ, നാളെ രാവിലെ 8 മണിക്ക് ഇവിടെ നിന്ന് തിരിക്കാം. അപ്പോഴേക്കും എല്ലാവരും റെഡിയായി എത്തുക, മൂർത്തി അവസാന വാക്കെന്ന പോലെ പറഞ്ഞു.